ഹായ്, ഞാൻ അറഫാത്ത് മാരിയാട്. എൻ്റെ കൂടെ ഉള്ളത് സജാദ് പുല്ലശ്ശേരി അല്ലേ. ആള് നല്ലൊരു ഇൻഫ്ലുവൻസറാണ്, അത് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും അല്ലേ. ഒപ്പം തന്നെ ആളെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, പൊതുകാര്യങ്ങളിൽ തൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്നും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സജാദ്. ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലക്ക് നമ്മൾ ഉത്തരവാദിത്തമാണ് അത് നിർവഹിച്ചു പോരുന്നു മാത്രം. അതെ അതെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങൾ ഇപ്പോൾ സമീപകാലത്ത് നടന്ന ഒരുപാട് കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും ആളുകളുടെ ഉള്ളിൽ നിന്നും, അല്ലെങ്കിൽ ക്രിമിനൽസിന്റെ ഉള്ളിൽ നിന്നും, അല്ലെങ്കിൽ ആളുകൾ ക്രിമിനൽ ആവാനുള്ള ഒരു കാരണമായി മാറുന്നത് നിയമത്തിൽ പേടിയില്ലാത്തതാണോ അതാണ് അതിന്റെ കാരണങ്ങളും എന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നത് എന്നുള്ള കാരണങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ ഇത് നിങ്ങൾ ഫുൾ ആയിട്ട് കേൾക്കണം. ഓരോരുത്തരും കേൾക്കേണ്ടതാണ്, സ്വന്തം ബോധവാന്മാരാവേണ്ടതാണ്. എന്നാൽ നാളെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഇതുപോലെ നമ്മളിപ്പോ കേൾക്കുന്ന പോലെയുള്ള വാർത്തകൾ നമ്മുടെ വേണ്ടപ്പെട്ടവരായി ബന്ധപ്പെട്ട് കേൾക്കാതിരിക്കാൻ ഒരുപക്ഷെ കാരണമായേക്കാം അല്ലേ. ആദ്യം പറയാനുള്ളത് ഇവിടുത്തെ നിയമപാലകരോടും നിയമം പടച്ചു വിടുന്ന രാഷ്ട്രീയക്കാരോടുമാണ്. അഥവാ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ പിന്നെ നിയമം ഉണ്ടാക്കി വരുന്നത് നിയമസഭയിലൂടെ അവരാണല്ലോ ഇതൊക്കെ പാസ്സാക്കി നയമാക്കണത്. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിയമം നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർ ഒരു ഭയമില്ലാതെ, അഥവാ ഞാനാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കുക എന്നുള്ളൊരു സിസ്റ്റം ഉണ്ടല്ലോ. ഇപ്പോൾ സാധാരണ നമ്മൾ പറയലുണ്ട്, പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ മുഖം നോക്കിയിട്ട് മുഖം കൊടിയൊക്കെ പറഞ്ഞൊരു കാര്യം അതാണ് വേണ്ടത്. അതില്ലാത്തതുകൊണ്ടാണ് ഏറ്റവും വലിയൊരു കാരണം, വലിയൊരു പ്രശ്നം അതായിരിക്കണം. പക്ഷേ ഇതൊക്കെ നമുക്ക് സ്വപ്നത്തിൽ ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ. ഒരു കാരണം എന്താ വെച്ചാൽ, നമ്മള് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആ ഒരു കോഴിക്കോട് ജില്ലയിൽ നടന്ന ആ ഒരു കൊലപാതകം, അറഫാത്തിന്റെ അഭിപ്രായത്തിൽ ഇന്നലെ നമ്മുടെ നിയമത്തിന് പറ്റിയ വീഴ്ചയാണോ അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കുന്നതിനെ പറ്റിയ വീഴ്ചയാണോ എന്ന് എനിക്കറിയില്ല. ആ കുട്ടികൾ ഇന്നലെ പരീക്ഷ എഴുതിനെ പറ്റി എന്താ അഭിപ്രായം? അതിപ്പോൾ ഞാനൊരു അഭിപ്രായം പറയുന്നതിന് മുന്നോടിയായിട്ട്, നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ടീച്ചർ വയലന്റായി നമ്മൾ കണ്ടതാണ് അല്ലെ. അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് പറയാൻ, വർഷങ്ങളോളം ആ ടീച്ചർ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച ടീച്ചറാണ്. ആ ടീച്ചർ അത്രയും വൈകാരികമായിട്ട് അവിടെ ആ ഒരു പരിപാടി മീൻസ് ആ ഒരു വീഡിയോയിൽ പറയണമെന്നെങ്കിൽ എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും ടീച്ചർ നല്ലോണം. കാരണം ഒരു അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടീന്റെ ഉള്ളറിയുന്നത് ടീച്ചർക്ക് തന്നെയാണ് അല്ലെ. എന്നിട്ട് ആ ടീച്ചർ അക്കോലത്തിൽ വൈകാരികമായി പറഞ്ഞു. ഇവിടെ ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം സജാദെ, ഇപ്പൊ ഈ കുട്ടികൾ മനസ്സിലാക്കണത്, ഞാൻ എക്സാം ഒക്കെ എഴുതും, അപ്പൊ തുടർപഠനം ഒരു തുടർന്ന് നല്ലൊരു കാലഘട്ടം വിദ്യാഭ്യാസമായിട്ടും നല്ലൊരു കാലഘട്ടം എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ഈ കുട്ടികൾ. ഒരിക്കലും ഇവരെ അണുമണിയോളം ഒരു പേടിയുടെ ഒരു അംശം പേടി കൊടുക്കണമായിരുന്നു ഭാവിനെ കുറിച്ച്. അതെ, ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതെങ്ങനെ മാറ്റും എന്നുള്ള, ഞാനും നീയും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാറ്റണം എന്നില്ല, പക്ഷെ ഏതെങ്കിലും ഒരാളെ നമ്മളെ കാണുന്ന ഒരു നേർവഴി ചിന്തിച്ചാൽ ഒരു പക്ഷേ, അതായത് ഇപ്പൊ ഞാനും സജാദും അടങ്ങുന്ന, കൂടെ നിങ്ങളും അടങ്ങുന്ന, കൂടെ നിങ്ങൾ അപ്പുറമുള്ളവനും ഇപ്പുറമുള്ളവർക്ക് അടങ്ങുന്ന അതാണ് സൊസൈറ്റി. അപ്പൊ ഈ ഒരു സൊസൈറ്റി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോഴാണ്, നമ്മൾ ഇതിനൊക്കെ പ്രതികരിക്കുമ്പോഴാണ് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുള്ളൂ. സമൂഹം ഒന്നിച്ചാൽ മാത്രമേ ഏത് വൃത്തികേടും ഏത് വിഷയങ്ങളും ഇല്ലാതാവുള്ളൂ. അതൊരു സമൂഹത്തിന് എതിര് വരുന്ന ഒരു വിഷയത്തിൽ സമൂഹം ഒന്നടങ്കം എല്ലാം നഖശികാന്തം ഒരു വിഷയത്തെ എതിർത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ശരിയാണല്ലോ, സമൂഹം എന്തെങ്കിലും എതിർക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞ് എന്നാൽ കഴിയുന്നത് ചെയ്യാനാവും എന്ന് നിങ്ങൾ ചിന്തിച്ചു. സമൂഹത്തിന് കേസ് പറഞ്ഞപ്പോൾ അർപ്പത്തെ നമ്മളൊരു ടൗണിൽ ഒരു അടി ഉണ്ടായി നോട്ടിക്കോ, അടി മീൻസ് എന്തെങ്കിലും ഒരു കച്ചറ ഉണ്ടായി നോട്ടിക്കോ, ആദ്യം വളരെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒന്ന് രണ്ട് പേരെ പോയിട്ട് ചോദിക്കും എന്താ ചെയ്യണമെന്ന് ചോദിക്കും. വേറെ കുറച്ച് ആൾക്കാരുണ്ട് ഓലെന്താ ചാവട്ടെ അറിയും. ആ ഒരു മെന്റാലിറ്റി നമ്മുടെ സമൂഹത്തിൽ മാറുന്നു. ഒരുപാട് പറയുന്ന ആദ്യം ഇടപെടുന്ന ആളുകൾ ഒരു 10 പേരുണ്ട് നോക്കാം. ആ 10 പേരിൽ ഒരാൾക്ക് നാളെ അതങ്ങോട്ട് തിരിച്ചു കിട്ടി നോക്കാം. ഇന്ന് ചോദിച്ചതിന് പകരം അതിനുള്ള പ്രതിഷേധം അവര് ആരോഗ്യപരമായിട്ട് ഇവന്റെ മേലിൽ ചെലവാക്കി പണിയെടുത്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 9 പേര് വലിയോ? അതാണ്. അപ്പൊ ഒരു സംഘടിത ശക്തി എന്ന് പറയാൻ എന്താ, സമൂഹം അതിനെ സംഘടിക്കണില്ല എന്നുള്ളതാണ് ഒന്ന് മെയിൻ വിഷയം. അതാണ് ഇപ്പോ അഥവാ നിന്റെ കാര്യങ്ങൾ അത് അറഫാത്തിന്റെ വിഷയമല്ല, അതാ ഒന്ന് നോക്കിക്കോളൂ. എനിക്ക് എന്തെങ്കിലും വിഷയം സജാന്റെ ഒന്ന് നോക്കിക്കോളുന്നില്ല. ആരും ഒരു കാര്യത്തിനും മുന്നിട്ട് ഇറങ്ങുന്നില്ല. പക്ഷെ നമ്മുടെ വിഷയം നിയമമാണ്. അതെ, ഈ ഒരു വിഷയത്തിലെ മാറിപ്പോയിട്ടില്ല. അത് ഇതിനോട് റിലേറ്റഡ് ആണ്. കാരണം വേറെ സജാദ് ഇപ്പൊ സജാദ് പറഞ്ഞ പോലെ ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയാണ്. ഒരു ആക്സിഡന്റ് ആകുന്ന സമയത്ത് ആൾക്ക് അതിന് തൊടാനുള്ള പേടി നിയമം പേടിച്ചിട്ടാണ്. ഇത് തൊട്ട് കഴിഞ്ഞാൽ പണിയാവും എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ബന്ധമുണ്ട്, കൊടുക്കുന്നുള്ള പേടിയാണ്. അപ്പൊ നിയമം മാറേണ്ടതുണ്ടോ അല്ലെങ്കിൽ നിയമങ്ങൾ നടപ്പിലാവാത്ത പ്രശ്നമാണോ എന്നുള്ളത്? നടപ്പിലാവാത്തത് ഒരു പ്രശ്നമാണ്, കാലതാമസം മറ്റൊരു പ്രശ്നവും.
ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാല് അതിന്റെ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ഇന്നലെ മിനിഞ്ഞാൻ നടന്ന ഒരു കൊലപാതകത്തിന്റെ കേസ് എടുക്കാം, അതിന്റെ വിധി വരുമ്പോഴത്തേന് വർഷങ്ങൾ അപ്പൊ ഈ കുട്ടികൾക്ക് ഇവരൊക്കെ പഠിച്ച് വേറെ വല്ല ഉദ്യോഗം നേടിയിട്ട് അന്ന് ഈ ഒരു കേസ് നടത്താൻ അല്ലെങ്കിൽ ഈ ഒരു കേസിൽ ഏത് തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാകത്തിൽ വളർന്നു, രാഷ്ട്രീയപരമായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധേന. മാത്രമല്ല നമ്മുടെ നാട്ടില് പൊതുവേ ഒരു സംസാരമുണ്ട്, ഇത് സത്യത്തിന്റെ കോടതിയല്ല, തെളിവിന്റെ കോടതിയാണ്. തെളിവുണ്ടാക്കാൻ കഴിയുന്നവരെ, അതുപോലെ നല്ല ഒരു അഭിഭാഷകനെ വെക്കാൻ കഴിയുന്നവരും കയ്യിൽ ഉള്ള ആൾക്ക് നല്ല സമർത്ഥനായ ഒരു അഭിഭാഷകനെ വെച്ച്, ഒരു ചെറ്റ അഭിഭാഷകനെ വെച്ചിട്ട് പ്രതിക്ക് രക്ഷപ്പെടാൻ പറ്റും അല്ലെ. ഞാൻ അഭിഭാഷകന് മൊത്തത്തിൽ ചെറ്റാന്ന് പറഞ്ഞാലോ, പക്ഷെ അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു സിനിമ പറഞ്ഞത് 4 കാശും വായത്താളടിക്കാൻ പറ്റിയ നല്ലൊരു വക്കീലുണ്ടെങ്കിൽ എന്തും ചെയ്യാന്നുള്ള സത്യമാണ്. അതെ. അപ്പൊ ഇവിടെ അതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു അക്രമം നേരിടേണ്ടി വന്ന ഒരാള് വളരെ പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട, നല്ല അഭിപ്രായമാണ്. അപ്പൊ എന്താ, ഇങ്ങനെ നല്ലൊരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരാൾക്ക് ഒരു അക്രമം നേരിടേണ്ടി വന്നു. ആ ആൾക്ക് കയ്യിൽ ക്യാഷ് ഇല്ലാന്ന് വെക്കുക, 5 വർഷത്തോളം ഈ ഇറങ്ങിന് മുഴുവൻ വക്കീൽ ഫീസ് കൊടുക്കണമല്ലോ. എന്താ, ഈ ആൾക്ക് ഇത് മുന്നോട്ട് പോകാൻ തന്നെ കഷ്ടി നിൽക്കുന്ന ഒരാളാണ്. അപ്പുറത്തുള്ള പ്രതി നല്ല സമർത്ഥനായ ഒരു വക്കീലിനെ കൊണ്ടുവന്നിട്ട് കേസ് വാദിപ്പിച്ചു, തെളിവുകൾ ഉണ്ടാക്കി, സാക്ഷികളുടെ കൂറുമാറ്റം നടന്നു. അതായത് ഇപ്പോൾ ഈ പ്രതിയുടെ ഭാഗത്തുള്ള സാക്ഷികൾക്ക് പൈസ കൊടുത്ത് സ്വാധീനിച്ച് കൂറുമാറുക ചെയ്ത ഈ കോടതിയിൽ ഒരുവിധം കേസുകളൊക്കെ സത്യം പരാജയപ്പെട്ടുള്ള കാരണം ഇതാണ്. കോടതിയിൽ പ്രതി സാക്ഷികളുടെ മൊഴി മാറ്റാണ്. അപ്പോൾ ക്യാഷ് കൊടുത്ത് സ്വാധീനിച്ചു കഴിഞ്ഞാൽ ഇവിടെ പാവപ്പെട്ടവന് എന്ത് നീതി എന്ന് നടപ്പിലാവും? എവിടെയും ഒരു നീതിയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇല്ല. അതിന് നിയമം കർക്കശമാവണം എന്നുള്ളതിനാണ് എൻ്റെ നിയമങ്ങളിൽ മാറ്റം വരണം. ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ വക്കീലിനെ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് വെക്കുക എന്നുള്ള സംഭവത്തിൽ തന്നെ പാവപ്പെട്ടവന് ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല സമർത്ഥനായ ഒരു വക്കീൽ, തുല്യത, അവിടെയാണ് ഇക്വാലിറ്റി നടപ്പിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇല്ല. ഇപ്പൊ സജാദിനെ ഞാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ സജാദിന്റെ കയ്യിൽ പൈസ ഇല്ല, ആക്രമിച്ച എന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു അഭിഭാഷകനെ വെച്ചാൽ തെളിവുകളുടെ കോടതിയാണല്ലോ നമ്മളത്. എന്റെ ഭാഗം ജയിച്ചു. ഇവിടെ ഈക്വാലിറ്റി ഉണ്ടോ യഥാർത്ഥത്തിൽ? ഇപ്പൊ സ്ത്രീ സമത്വത്തിന്റെ കാര്യത്തിലൊക്കെ ഈക്വാലിറ്റിക്ക് വേണ്ടി തമ്മിലടിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനു വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്ന ആള് ഈ ഒരു സമൂഹത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു പരാജയപ്പെടുന്നത് അല്ലെങ്കിൽ പ്രതി രക്ഷപ്പെടുന്നത് ഒരു പക്ഷേ ഈക്വാലിറ്റി ഈ കാര്യത്തിൽ ഇല്ലാത്തതുകൊണ്ടല്ലേ? അങ്ങനെ ഒരുപാട് ഫാക്ടർ ഉണ്ട് ഇതിൽ. ഇതെനിക്ക് തോന്നുന്നത് എന്താ, ഒന്നാമത് എന്താ വെച്ചാൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം മൊത്തത്തില്, അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല അല്പത്തെ. കാരണം എന്താ പറയുക, നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, ഇതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം. നമ്മൾ ഈ പറഞ്ഞൊക്കെ ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം സ്വപ്നങ്ങളിൽ മാത്രമേ. ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഇവിടെ നടന്നു പോകുന്നു. പക്ഷേ അവിടെ ഒരു പക്ഷേ ഇടാൻ കാരണം സൊസൈറ്റി, ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം ഒരു കാര്യത്തിനെതിരെ വിരൽ ചൂണ്ടി പബ്ലിക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന രാഷ്ട്രീയക്കാരും ഈ പറയുന്ന നിയമം എല്ലാം പബ്ലിക്കിന്റെ മുമ്പിൽ വട്ടപൂജയായിരിക്കും. പക്ഷെ അതിനെന്ത് വേണം? ഐക്യം വേണം, ഒത്തൊരുമ വേണം, എല്ലാം വേണം. എനിക്ക് അങ്ങനെ അഭിപ്രായം. സമൂഹമാണ് മെയിൻ. ഈ സമൂഹത്തിലെ ജനങ്ങളാണ്. ഈ ജനങ്ങളാണ് ഈ പറഞ്ഞ സർക്കാരും ഈ പറഞ്ഞ നിയമങ്ങൾ, സർക്കാർ ഉണ്ടാക്കുന്നതും നിയമം ഉണ്ടാക്കുന്നതും എല്ലാം ജനങ്ങളാണ്. ഇതിലൊക്കെ നമ്മളുടേതായ കോൺട്രിബ്യൂഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ. നമ്മൾ കൊടുക്കണം, ഒരു സാധാരണക്കാരൻ കൊടുക്കണം എന്താ, വോട്ടിംഗ് സിസ്റ്റത്തിലൂടെ. ഇപ്പൊ ഞാൻ വേറെ സംഭവം ചോദിക്കട്ടെ, ഞാൻ സാന്ദർഭികമായിട്ട് പറയാണ്, പിന്നെ ഒരു MP യുടെ പേരോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോ കഴിഞ്ഞ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഒരു പോലീസുകാരൻ വന്നിട്ട് MP-നോട് ചോദിക്കുകയാണ്, സാറേ ഇതാണല്ലോ നിയമം എന്ന്. അപ്പൊ പെട്ടെന്ന് രോഷാകുലനായ MP പറയുന്നത് അറിയോ, നിയമം എന്ന് പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്, അത് നിങ്ങളൊന്ന് പിന്നെ സമ്മതിച്ചോളാ, അത് നിയമം കാണിച്ച് ഞങ്ങളെ പഠിപ്പിക്കേണ്ടതാണ്. ഇതാണ് ഒരു MP-യുടെ വർത്താനാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇവർക്ക് നിലവിലില്ലാതെ പോലീസുകാരെന്ത് ചെയ്യും? ഇപ്പോഴത്തെ MVD-നെ പിടിച്ചിരുത്തിയിട്ട് ഒരു ചങ്ങായി ഫൈൻ ഇട്ടത്. അതായത് MVD ചെക്ക് ചെയ്ത് അങ്ങനെ എല്ലാ വണ്ടിക്കും പൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് 5000-4000 ഫൈൻ ഇട്ട് പോകുന്നതിന്റെ ഇടക്ക് ഈ ചെക്ക് ചെയ്യാനിരിക്കുന്ന ഈ വാഹനം പരിവാഹന ആപ്പുണ്ടായി ആർക്കും പറ്റും. അപ്പൊ അതിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പൊ അവൻ ആ വണ്ടിയിലിരുന്ന MVD ഓഫീസറെ കൊണ്ട് എന്ത് ചെയ്തു? ഫൈൻ അടിച്ചു. അതാണ് പറഞ്ഞത് സമൂഹം. ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വെക്കേണ്ടത്. അല്ലാതെ എന്ന് കരുതി നിയമപാലകർക്ക് വേണ്ട പരിഗണന കൊടുക്കേണ്ട ഒരിക്കലും നമ്മൾ കുറ്റം പറയത്തില്ല. കാരണം ഞാനോ നിങ്ങളോ ഉണ്ടാക്കിയ നിയമങ്ങളല്ല, നമ്മളാൽ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരാൽ ഓരോ ആളുകളും പിന്നെ നമുക്ക് അതിന്റെ അനുമതി കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും നിങ്ങളൊക്കെ നിയമത്തിൽ പങ്കാളികളാണ്. പക്ഷെ നമ്മൾ നേരിട്ട് അവിടെ ചെന്നിട്ട് ബാധിക്കുന്നില്ല എന്നുള്ളൂ. പക്ഷെ നമ്മുടെ പ്രതിനിധികൾ അവിടെ പോയിട്ട് കാര്യങ്ങൾ ഓക്കെ ആക്കുന്നുണ്ട്, അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനും നിങ്ങളൊക്കെയാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ അത് നടപ്പിലാക്കുന്ന ആളുകൾ പേടിച്ചിട്ടാണ്. മനസ്സിലായി? അവർ തൊപ്പി പോകുമോ അല്ലെങ്കിൽ നാളെ ജോലി ഉണ്ടാവുമോ,
അതൊക്കെയാണ് ഈ ഒരു ഓരോ വിഷയത്തിനും വലിയ കാലതാമസങ്ങളും നമ്മുടെ നിയമത്തിന് കാര്യമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ നടപ്പിലാക്കേണ്ട രൂപങ്ങളും അതല്ലാന്നുണ്ടെങ്കിൽ നടപ്പിലാക്കാത്ത രൂപം എന്ന് പറയുമ്പോൾ ഈ കാലതാമസം, അതുപോലെ കായുള്ളവന് നല്ല വക്കീലിന് വെക്കാം, കായുള്ളവർ രക്ഷപ്പെട്ടു, ആ ചിന്താഗതി ജനങ്ങൾക്ക് ഉണ്ടെന്നേ. പിന്നെ കായുണ്ടെങ്കിൽ എനിക്ക് എന്ത് തമ്മാടിത്തരം ചെയ്യാമെന്ന് ഒരു ബോധ്യം ആളുകൾക്കുള്ളത് കൊണ്ട് നന്നാവുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് നിങ്ങൾക്കും എന്ത് ചെയ്യാം, അഭിപ്രായങ്ങൾക്ക് താഴെ കമന്റ് ചെയ്ത് പങ്കുവെക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഓരോരുത്തരും പ്രതികരിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അടങ്ങുന്ന ഈ സമൂഹം പ്രതികരിച്ചാലാണ് നാളെ നമുക്ക് എന്തുള്ളൂ, നാളെ നമുക്ക് സുരക്ഷിതമായ ഒരു ജനറേഷനെ വളർത്തിയെടുക്കാൻ ഇവിടെ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഉദാഹരണത്തിന് 25-ാം വയസ്സിൽ ഒരാൾ കൊലപാതകം ചെയ്ത് ജയിലിൽ പോയി കഴിഞ്ഞാൽ 36-37 വയസ്സിൽ നല്ല തണ്ടും തടിയും ആരോഗ്യമുള്ള സമയത്തും ഓന്റെ ജയിൽ ശിക്ഷ. അതെ, ഇനിയിപ്പോ ഈ കുട്ടികളുടെ കാര്യം വെക്കുക. ഇപ്പോ ഒരു 18 വയസ്സുള്ള ഒരാള്, ഇപ്പൊ ഒരു ശിക്ഷ അനുഭവിക്കുന്ന കുട്ടികൾ വിടട്ടെ, ഒരു 18 വയസ്സായ ഒരാള്, അയാൾക്കൊരു വോട്ടവകാശം വന്ന ഒരു പൗരനായി അംഗീകരിക്കപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ആളൊരു കൊലപാതകം ചെയ്താൽ ആ ആൾക്ക് ബുദ്ധിയത്തെ ആളാണല്ലോ. ഈ ആൾക്ക് ആ ചിന്തിച്ചാൽ അറിയാം, 12 വർഷം 30 വയസ്സ് ചുറുചുറുക്കുള്ള പ്രായം, എനിക്ക് ഇറങ്ങിയ ആളാവാം, അതുവരെ എനിക്ക് ജയിലിൽ സുഖസുന്ദരമായിട്ട് കഴിയാമെന്നുള്ള ബോധ്യം. അതൊരു മെൻഷൻ ചെയ്തത് നമ്മളൊക്കെ പിന്നെ പേടിപ്പിച്ചൊരു കൊലപാതകയാണ് പറഞ്ഞതാണ് എനിക്ക് ഇത്ര വയസ്സായിട്ടുള്ള ഇത്ര വയസ്സിൽ ഞാൻ പുറത്തിറങ്ങുന്ന പറഞ്ഞത്. പക്ഷെ എന്തായാലും ആ ജില്ലാ കോടതി തൂക്കാരാണ് ആൾക്ക് വിധിച്ചത്. ആണ്, പക്ഷെ ഈ തൂക്കാർ വിധിച്ചപ്പോൾ ആൾക്കൊരു കൂസലില്ലാത്തതിന്റെ കാരണം എന്തുകൊണ്ടാണ് അവൾക്ക് അറിയാം ഇതുവരെ വരുള്ളൂ. നടപ്പിലാക്കലിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ് മക്കളെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കേണ്ടത് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. മാത്രമല്ല സമൂഹത്തിലേക്ക് എത്തിക്കുക. അറ്റ്ലീസ്റ്റ് 1-2 ആൺകുട്ടികളിലേക്കെങ്കിലും എത്തിക്കുക. അങ്ങനെ പറയേണ്ടത്, കാരണം ആളുകൾക്ക് പേടിയാണ് ഇറങ്ങാൻ. എന്തൊക്കെയോ പേടി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതില്ലാതെ ആവണം. കാരണം നമ്മൾ ഒരു കേസ് നമ്മൾ ഇറങ്ങുമ്പോൾ ന്യായപരമായിട്ട് നിന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണെങ്കിൽ ആരുടെ മുമ്പിലും നെഞ്ചുമിടർത്തി നിൽക്കാൻ പറ്റും. ഇനിയിപ്പോ ആൺകുട്ടികളിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞത് പാസ്റ്റോലിറ്റി കാണിച്ചു. ആണോ പെണ്ണോ ആവട്ടെ, ഉശിരുള്ള ചെറുപ്പക്കാരികളിലേക്കും നിങ്ങൾ ഈ കാര്യബോധവും രാജ്യസ്നേഹവും രാജ്യത്തോട് കൂറുള്ള ആളുകൾ എന്നാണ് ആൺകുട്ടികൾ ഉദ്ദേശിച്ചത്. നിയമത്തിന് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വിഷയങ്ങൾ പേടിച്ചിട്ട് പുറകോട്ട് നിൽക്കുന്ന ആളുകളല്ല. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ നാട്ടിൽ ഈ ലഹരിക്കെതിരെ, അല്ലെങ്കിൽ ഇപ്പത്തെ നമ്മുടെ നിയമം നടപ്പിലാക്കുന്നതിന്റെ വീഴ്ചക്കെതിരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനൊരു യുവാവാണല്ലോ, ഞാനൊരു യുവതിയാണല്ലോ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എത്ര പേരെ സംഘടിപ്പിക്കാം? എനിക്ക് സമൂഹത്തെ ഒന്നിപ്പിച്ച് ഇതിനെതിരെ മുന്നേറാൻ പറ്റും? നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു അർത്ഥമുണ്ടല്ലോ സജാദെ, ഈ യുവത്വം കൊണ്ട്. അപ്പോൾ വീണ്ടും ഞങ്ങൾ എല്ലാവരും കേട്ടോ, ഇനി ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നൊക്കെ അല്ലേ. അപ്പൊ നിങ്ങളാൽ കഴിയുന്നതൊക്കെ നിങ്ങളും ചെയ്യാം. നല്ലൊരു നാളേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സ്വപ്നം കാണാം, നമ്മൾ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ അല്ലെ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ നമുക്ക് കാണാം, ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതെ.